ഇവിടെ പലതരം പാമ്പുകളുണ്ട്. ഇതിൽ മിക്സ്ഡ് ആണ്. ഇതിൽ പലതരം പാമ്പുകളും ചേര, അതുപോലെ കറുത്ത സൈസ് പാമ്പുകൾ എല്ലാം ഉണ്ട്. മിക്സ്ഡ് ആണ്. ഓരോ തരം പാമ്പുകളെയും കാണിക്കാം. ഓക്കെ, ഇതാ ഇവിടെ 2 പേര് കിടക്കുന്നുണ്ട്. പേരെന്താണെന്നറിയില്ല. ഒന്ന് കറുത്തിട്ടാണ്, ഒന്ന് അല്പം ഒരു മഞ്ഞയും കറുപ്പും കലർന്ന നിറത്തിലാണ് ഇവിടെ കിടക്കുകയാണ്. എല്ലാം ജീവനുള്ള പാമ്പുകളാണ്. ഇവിടെ മരത്തിൽ ഒരു 2 എണ്ണം ഉണ്ട്. രണ്ട് വിധമാണ്. ഒന്ന് നമുക്ക് തോന്നുന്നത് മലമ്പാമ്പാണ്, അതിൻ്റെ ഡിസൈൻ കണ്ടിട്ട്. ഒന്ന് അത്ര തന്നെ ഡിസൈനൊന്നും ഇല്ലാത്ത ഒരു സാധനമാണ്. എന്തായാലും മൂർഖനല്ല, കാരണം പത്തിയൊന്നും കാണുന്നില്ല. ഏകദേശം ചേരയുടെ ഒരു സെയിം ഒരു കട്ടുണ്ട്. പക്ഷെ ഒന്ന് മലമ്പാമ്പിൻ്റെ ഒരു കുട്ടിയാണ്. ഓക്കെ, ഇതിപ്പോൾ പാമ്പ് അരിക്കുന്നുണ്ട്. അത് മെല്ലെ അരിക്കാൻ തുടങ്ങി. അതാ മെല്ലെ നമ്മൾ ട്രെയിൻ പോകുന്നത് പോലെ അതങ്ങനെ മെല്ലെ അരിക്കുകയാണ്. അത് ഏകദേശം അത് വള ഊരാനായ അതിൻ്റെ ഈ നമ്മൾ ഉറ അഴിക്കുക എന്ന് പറയില്ലേ, ആ ഉറ അഴിക്കാനായിട്ടുണ്ട് അതിൻ്റെ ഒരു കോലം കണ്ടിട്ട്. പിന്നെ മറ്റൊരാളിതാ ഇവിടെ, ഇതാ ഇയാളും തന്നെ ഇങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതാണ് നോക്കുന്നത്. എങ്ങനെ ഇതിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാമെന്നാണ് ഇവർ നോക്കുന്നത്. പക്ഷെ ഇവർക്ക് രക്ഷപ്പെടാനൊരു മാർഗവുമില്ല. രക്ഷപ്പെടാനൊരു പഴുത് കിട്ടിയവർ രക്ഷപ്പെടും. ഇതാ ഇവിടെ 2 എണ്ണം ഉണ്ട്. മറ്റേ ആൾ അരിച്ചുകൊണ്ടേ പോവുകയാണ്. അതിനപ്പുറത്തൊരു ചേരയും നമുക്ക് കാണാം. കുറച്ച് ലോങ്ങിലായിട്ടൊരു ചേര, ഒരു മഞ്ഞ ചേരയാണ്. ഇപ്പുറത്ത് വേറൊരെണ്ണമാണ്. ഇതൊക്കെ മിക്സഡ് ആണ്. ഇതിൽ പല പാമ്പുകളും മിക്സായിട്ടാണ് ഇതിലിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് പെരുമ്പാമ്പിനെ കാണാം. ഇതാണ് പെരുമ്പാമ്പ്. ഇത് മലമ്പാമ്പ് എന്ന് പറയും, പെരുമ്പാമ്പ് എന്നും പറയും. വിഷമില്ലാത്ത ജാതിയാണ്. പക്ഷേ എങ്കിലും ഇത് കടിച്ചു കഴിഞ്ഞാൽ റിയാക്ഷനൊക്കെ ഉണ്ടാവും. 6 മീറ്ററാണ് ഇതിൻ്റെ നീളം. പരമാവധി നീളം. വലുതായി കഴിഞ്ഞാൽ 6 മീറ്റർ ഉണ്ടാവും. ഭക്ഷണം പക്ഷികളും മൃഗങ്ങളുമാണ്. ചെറിയ മൃഗങ്ങൾ, അതിനൊതുങ്ങുന്ന മൃഗങ്ങളെ. വലിയ മൃഗത്തെ കഴിയില്ല. ചെറിയ ആട്ടിൻകുട്ടി, മാന്, അത് മുയൽ, ഇതെല്ലാം ഭക്ഷിക്കും. പിന്നെ വർഷത്തിൽ 100 വരെ മുട്ടകൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത പാമ്പിനെ കാണാം. ഇനി നമുക്കൊരു മൂർഖൻ്റെ കുഞ്ഞിനെ കാണാം. ഇതാ ഇത് മൂർഖൻ്റെ കുഞ്ഞാണ്. ചെറിയ പത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ പ്രകോപിപ്പിച്ച പത്തി വിടർത്തും. പക്ഷേ ഇപ്പം നമുക്ക് ഇവിടെ ഞങ്ങളും അതുമായിട്ട് അകലം ഉള്ളതുകൊണ്ട് നമുക്കതിനെ പ്രകോപിപ്പിക്കാൻ കഴിയില്ല. മാത്രമല്ല ഞങ്ങൾ പുറത്താണ്, നെറ്റിൻ്റെ പുറത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പത്തി വിടർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വീതിയൊക്കെ കാണും. ഇതാ ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടെ ഒരു അത്യാവശ്യം വലിയൊരു മൂർഖൻ പത്തി വിടർത്തി നിൽക്കുന്നത് നമുക്ക് കാണാം. ശ്രദ്ധിക്കുക, പത്തി വിടർത്തി നിൽക്കുന്ന രംഗമാണ്. അതിൻ്റെ മുകളിലും ഒരുത്തനുണ്ട്. അത് മൂർഖനല്ല, പക്ഷെ ഇങ്ങനെ നോക്കുന്നുണ്ട് അനക്കം കാണുമ്പോൾ. താഴെയുള്ളത് മൂർഖനാണ്. പത്തി വിടർത്തി നിൽക്കുകയാണ്. ഇനി നമുക്ക് കാണാനുള്ളത് മുതലയാണ്. ഇതാ സ്നേക്ക് പാർക്കിൽ തന്നെയാണ് ഈ മുതലയുള്ളത്. ജീവനുള്ള മുതലയാണ്. അത്യാവശ്യം വലിയ ഒരു മുതലയാണ്. നമ്മൾ എത്ര അടുത്ത് നമുക്ക് മുതലയെ കാണാൻ പറ്റില്ല. ഇവിടെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് മുതലയെ എത്ര അടുത്ത് കാണാൻ സാധിക്കുകയുള്ളൂ.